എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പം ഞാൻ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയത്, ഒന്ന് റൗണ്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാ. ഞാനിപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള കോടനാട് അഭയാരണ്യം എന്ന് പറയുന്ന സ്ഥലമില്ലേ, കാട്ടാനകളൊക്കെ പിടിച്ച് മെരുക്കിയിരിക്കുന്ന ആ സ്ഥലം അപ്പോൾ അവിടെ ഉള്ളത് അവിടെ. അപ്പം രാവിലെ ഞാൻ വെറുതെ ഇറങ്ങി. ഇന്നലെ നമ്മുടെ നന്ദപ്പൻ്റെ ചാർജ് പൂർണ്ണമായിട്ടും മാറി. എൻ്റെ കൂട്ടുകാരനെ തന്നെ ആനയെ ഏൽപ്പിച്ചു. അപ്പോൾ കുറേ കമൻറ്റുകൾ ഞാൻ എന്തോ വലിയ മഹാപരാധം ചെയ്ത പോലെയൊക്കെയാണ് കുറേ ചേച്ചിമാരൊക്കെ വന്നിട്ട് ഇതാക്കണത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇതിൻ്റെ തൊഴിലാളി മാത്രമാണ്. ഇത് എൻ്റെ ആനയല്ല, ഞാനിതിൻ്റെ പണിക്കാരൻ മാത്രമാണ്. എനിക്ക് എൻ്റേതായ പരിമിതികളുണ്ട്. പിന്നെ എനിക്ക് വേണമെങ്കിൽ നിൽക്കായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ കൈമാറ്റം ചെയ്തിട്ടുള്ള മുതലാളി, അതിൻ്റെ ഉടമസ്ഥൻ നല്ല പൈസയുള്ള ആളാണ്. നമ്മളങ്ങനെ വെറുതെ ആനയെ നോക്കാൻ പറ്റാത്തൊരു സ്ഥലത്തേക്കല്ല ആനയെ കൊടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ കൈമാറ്റം ചെയ്തിട്ടുള്ളത്. അവർ ഇതിനെ കൊണ്ടുപോയി പരിപാടി എടുക്കാനോ അല്ലെങ്കിൽ പരിപാടിക്ക് വേണ്ടിയിട്ട് നടക്കാനോ ഇതിനൊന്നല്ല. അവരുടെ വീട്ടിലൊരു പെറ്റായിട്ട് വളർത്താനും. പിന്നെ വർഷങ്ങളായിട്ട് അദ്ദേഹം ആനപ്രേമിയാണ് ആൾ. ഒരുപാട് ആഗ്രഹം കൊണ്ട് ചോദിച്ചു. അപ്പോൾ ശരി ഹരിയേട്ടൻ, നമ്മൾ കൊണ്ടുവന്നപ്പോൾ നന്ദപ്പൻ്റെ അവസ്ഥ നിങ്ങൾക്ക് അറിയണതാണ്. അതിനെ നോക്കി ഇപ്പോൾ ഈ പരിപാടി ഇപ്പോൾ ഏകദേശം ഒരു സീസൺ പകുതി ആവാറായി. ഇത്രയും ദിവസം ഞങ്ങളുടെ ശമ്പളം, ഞങ്ങളുടെ കാശ്, ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നടത്തി, ആനയുടെ കാര്യങ്ങളൊക്കെ നടത്തി ആ മുതലാളി അതിനെ നോക്കി അതിനെ പരിപാലിച്ചപ്പോൾ നല്ല രീതിക്ക് ആൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് ആനയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച വരെയും അയ്യോ ഹരിച്ചേട്ടൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ആനയെ കച്ചവടമായി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഓരോരുത്തരുടെ സ്വഭാവങ്ങളൊക്കെ മാറി, യഥാർത്ഥ സ്വഭാവങ്ങൾ പുറത്തേക്ക് വന്നു. നാളെ മേലൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ആനകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ആപത്ത് പറ്റിപ്പോയി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ. നമ്മളതിനെ കൊണ്ടുവന്നു, അതിൻ്റെ കേടുകളൊക്കെ മാറ്റി, അതിൻ്റെ വയ്യായികയൊക്കെ മാറി. ഒലിക്കാണ്ടിരുന്ന ആൾ ഒരു 60 ദിവസം അടിപൊളിയായിട്ട് ഒലിച്ചു. ആളെ നല്ല ഭംഗിയായിട്ട് നല്ല ക്ലിയർ ആയിട്ടാണ് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് അതിനെ ബിസിനസ് മൈൻഡാണ്, പൈസയ്ക്ക് വേണ്ടിയിട്ടാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അതൊക്കെ പറയണവർക്ക് എന്ത് വേണമെങ്കിലും വന്നിരുന്ന് പറഞ്ഞാൽ പോരെ, വെറുതെ വന്നിരുന്ന് 2 കമൻറ്റ് ഇട്ട് പോയാൽ പോരെ. പക്ഷെ അത് സ്വന്തമായിട്ട് ഒരെണ്ണം ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ സ്വന്തമായിട്ട് കയ്യിലൊരു ആന ഉണ്ടാവുമ്പോൾ ഈ വക വർത്താനമൊന്നും പറയൊന്നുമില്ല. അവനവൻ്റെ മുതലിനെ പറയില്ലേ, നാട്ടുകാരുടെ അതിന് എന്ത് വേണമെങ്കിലും പറയാമല്ലോ. അപ്പം നിങ്ങൾ വെറുതെ കിടന്നിട്ട് ഈ ആവശ്യമില്ലാത്ത മുറവിളികളൊന്നും കൂട്ടണ്ട. അതിനെ നമ്മളെക്കാളും നല്ല രീതിക്ക് ഏകദേശം ഒരു മാസം അല്ല ഒരു അത്യാവശ്യം ഒരു 1500 കോടി രൂപ ടേണറുള്ള കമ്പനിയുടെ MD ആണ് ഈ ആനയെ വാങ്ങിയിട്ടുള്ളത്. ആ ചേട്ടന് നല്ല ഒരു മനുഷ്യനാണ്. എനിക്ക് വേണമെങ്കിൽ ആനയ്ക്ക് നിൽക്കായിരുന്നില്ല. ഞാൻ ഇപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് നടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ആനയ്ക്ക് നിൽക്കായിരുന്നു. എനിക്ക് എന്നോട് പറഞ്ഞു എന്ത് വേണമെങ്കിലും ചെയ്തു തരാം, ബിൻചേട്ടൻ ഇതിന് തന്നെ ആനയ്ക്ക് നിൽക്കണതാണ് ഞങ്ങൾക്ക് സന്തോഷം, നിൽക്കാൻ പറ്റുമെങ്കിൽ നിൽക്ക്. അപ്പം ഞാൻ ഹരിച്ചാൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹരിച്ചേട്ടാ ഞാൻ എന്താ അവിടെ കാട്ടുകോഴിയുള്ള കാണാൻ്റെ ചതല് തിന്നു ഇരുന്നിട്ട് ചതല് വാ. അപ്പം അത് അത്യാവശ്യം ഇത്രയും പൈസ ടേൺ ഓവറുള്ളൊരു കമ്പനിയിലേക്ക് ഒക്കെ പോകുമ്പോൾ വളരെ നല്ല കാര്യമല്ലേ. അപ്പം നമ്മളെക്കാളും അടിപൊളിയായിട്ട് അവർ ആനയെ നോക്കാൻ പറ്റും. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് തന്നെ നമ്മളത് കൈമാറി പോയിട്ടുള്ളതും. പിന്നെ അതിന് കുറേ ആൾക്കാർ അൺസബ്സ്ക്രൈബറാക്കി പോയി. ഞാൻ എന്ത് ചെയ്തിട്ടാണ്, ഞാൻ ആരെങ്കിലും വലുതും ചെയ്തതാ? പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിൻ്റെ ഒരു പണിക്കാരൻ മാത്രമാണ്, ഞാൻ ജോലിക്കാരനാണ്. ഞാൻ പിന്നെ ആനയിൽ നിന്ന് മാറിയത് വേറെ ഒന്നും കൊണ്ടല്ല. ഞാൻ ഈ തൃശ്ശൂർ ജില്ല വിട്ട് പോയി പണിയെടുക്കാറില്ല. ആനപ്പോൾ ചങ്ങനാശ്ശേരി പെരുന്ന എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആന കൈമാറ്റം ചെയ്തിട്ടുള്ളത്. ഞാൻ അങ്ങനെ ലോങ്ങിലേക്കൊന്നും പോകാറില്ല, അങ്ങനെ പോയി നിന്ന് പണിയെടുക്കാറില്ല. ഞാൻ ഈ തൃശ്ശൂർ ജില്ല വിട്ട് പോകാറില്ല. ഒന്നാമത്തെ കാര്യം അത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ രണ്ടാമത് ഇപ്പോൾ ഹരിച്ചേട്ടൻ കൊണ്ടുവന്നിട്ടുള്ള ആനയുണ്ട്. അതിനും കുറച്ച് വയ്യായികയും കാര്യങ്ങളും ഇതൊക്കെ അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പം നമ്മളെ കൊണ്ട് നോക്കി നന്നാക്കി റെഡിയാക്കി എടുക്കാൻ പറ്റും എന്ന് തോന്നണതുകൊണ്ടാണല്ലോ ബിൻചേട്ടൻ തന്നെ അത് ചാർജ് എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. പിന്നെന്താ ഹരിച്ചേട്ടാ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഹരിച്ചേട്ടനെ വിട്ട് മാറി പോകാനും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പോണില്ല. പിന്നെ ആനയെ നമ്മൾ
ഇനി വരുന്ന ആനയ്ക്കും അത്യാവശ്യം ഇതുണ്ട്. ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് ഇത് ഒരാനയുടെ ചാനലല്ല. ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പണിയെടുക്കുന്നത് ഏത് ആനയാണോ ആ ആനയുടെ വിശേഷങ്ങളും ആനയുടെ കാര്യങ്ങളും എൻ്റെ വിശേഷങ്ങളും ഇതൊക്കെയാണ് നമ്മുടെ ചാനലിൽ വരുള്ളൂ. അപ്പം ഒരാനയെ മാത്രം സ്നേഹിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ പോവാം. അതല്ല, ഞാൻ അഴിക്കുന്ന ആനകളൊക്കെ ആയിട്ട് ഉള്ള വിശേഷങ്ങളാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, ഒരു വിഷയമില്ല. 25 ആൾക്കാർ അൺസബ്സ്ക്രൈബർ ചെയ്ത് പോയി, ദേഷ്യം കൊണ്ടാ, കുഴപ്പമില്ല, വിഷമം കൊണ്ട് പോയതല്ല, അത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് പെട്ടെന്ന് വിഷമമായി പോയി കേട്ടപ്പോൾ. ഇതൊക്കെ ഞാൻ എപ്പോഴും എനിക്ക് സമാധാനം കിട്ടുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇതുണ്ടോ, എനിക്ക് വിഷമം വേദനയോ ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിരിക്കാറുണ്ട്. എൻ്റെ വീടിൻ്റെ അടുത്താണ്, കോടനാടാണ്, കപ്രിക്കാട് അഭയാരണ്യം എന്ന് പറയും. ഇവിടെ എൻ്റെ സുഹൃത്തുക്കൾ ആനക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഉണ്ട്, എല്ലാവരും അവിടെ ഉണ്ട്. നല്ല നമുക്ക് പോവാം. ഇതേ മാനൊക്കെ നിൽക്കണം കേട്ടോ. എൻ്റെ ഓർമ്മയിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് അപ്പുറത്ത് കോടനാട് തന്നെ ഒരു സ്ഥലത്തായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്. അപ്പുറത്ത് ആനേനെ കെട്ടാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്, കൂടൊക്കെ ഉണ്ട്. കാട്ടാന വന്ന കയറ്റിക്ക് നിർത്താനുള്ള കൂടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പുറത്ത് ഒരു ചെറിയൊരു ഇതിൽ ആനേനെ മറ്റേ ഈ ഇത് അവിടെ കിടക്കുന്ന മാന് അത് ഇതൊക്കെ കേഴ അത് ഇതൊക്കെ പോയി അവിടെ ആയിരുന്നു. ഇവിടേക്ക് മാറ്റിയിട്ട് കുറച്ച് കാലങ്ങളായിട്ടുണ്ടാവും. ഒരു സമാധാനവും ശാന്തതയൊക്കെ ഉണ്ടാവില്ലേ. എന്തെങ്കിലും വിഷമങ്ങളും വേദനകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. ഇപ്പം നന്ദപ്പനെ കൊണ്ടുപോയിപ്പോൾ എനിക്ക് എന്താ വിഷമമില്ല എന്ന് വിചാരിച്ച്, നിങ്ങൾക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇത്ര വിഷമം ഉണ്ടെങ്കിൽ ഇത്ര കാലം അതിൻ്റെ കൂടെ നിന്ന് ഊണിലും ഉറക്കത്തിലും അതിനെ പരിപാലിച്ച് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ നോക്കി അതിൻ്റെ കൂടെ നിന്ന് നടന്ന് എനിക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടോ? അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇതെൻ്റെ ജോലിയാണ്. ഇപ്പോൾ വേറെയും ആനകൾക്കൊക്കെ വിളി വരുന്നുണ്ട്, വലിയ ആനയ്ക്കൊക്കെ വിളി വരുന്നുണ്ട്. ചേട്ടന് താല്പര്യം ഉണ്ടെങ്കിൽ വലിയ ആനകൾക്കൊക്കെ വിളികൾ വരുന്നുണ്ട്. ഞാൻ ഇല്ല, ഞാൻ ഇങ്ങനെ ആർക്കും വേണ്ടാത്ത ആനകളും എനിക്ക് അത് അപ്പോഴാണ് മനസ്സിനൊരു സുഖം കിട്ടുക. നമ്മൾ വെറുതെ അതല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ തൽക്കാലം ഹരിച്ചാറിനെ വിട്ട് പോകാനും വലിയ ഉദ്ദേശമൊന്നുമില്ല. പുള്ളി ഒരു പാവം മനുഷ്യനാണ്, എനിക്കറിയാം. പിന്നെ 2-3 ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, എന്നെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ കേസിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് എന്നോടാണ് പറയേണ്ടത്, അല്ലാതെ ഹരിച്ചാറിനല്ല. ഹരിച്ചാറിന് ആവശ്യമില്ലാത്ത ആരും ഒരാളൊന്നും പറയണ്ട. പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എനിക്ക് ഇഷ്ടപ്പെടില്ല. എന്നെ പറഞ്ഞോ, എന്തെങ്കിലും പറയാനെങ്കിൽ എന്നെ പറഞ്ഞോ, എനിക്ക് ഒരു വിഷയമില്ല. നിങ്ങൾക്ക് എപ്പോൾ എന്ത് വേണമെങ്കിലും എന്നെ പറയാം, അത് കുഴപ്പമില്ല. പിന്നെ ആർക്കും വിഷമമില്ലായിരിക്കൊന്നുമില്ല. നമ്മളത്ര സ്നേഹമുള്ള ഒരു ആനയല്ലേ, ഞാൻ അത്രയും കാര്യമായിട്ട് കൊണ്ടു നടന്ന ആനയല്ലേ. ആന പോകുമ്പോൾ ആർക്കും വിഷമമില്ലാത്ത എനിക്ക് വിഷമമില്ലായിട്ടിരിക്കും. പിന്നെ നമ്മുടെ ഹരിച്ചേട്ടൻ എന്ന് പറഞ്ഞൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. സാധാരണക്കാരായാണ്. കുറേ ബിസിനസ് എന്തെന്ന് പറയുക, കോടിക്കണക്കിന് രൂപ എടുത്ത് കയ്യിൽ വെച്ചിരിക്കുന്ന ആളൊന്നുമല്ല, ഒരു സാധാരണക്കാരനാണ്. അപ്പം അങ്ങനെ ഒരു ഓപ്ഷൻ വന്നത് അദ്ദേഹത്തിൻ്റെ ഭാഗ്യം, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ ഭാഗ്യം. ഞാൻ അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടതിന്, എനിക്കും എൻ്റെ പിള്ളേരും കഷ്ടപ്പെട്ടതിനുള്ള ഒരു ഇത് ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, നല്ലൊരു കമ്പനിയിലേക്കാണ് ആന പോയിട്ടുള്ളത്. അതായത് അത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും അത്. അപ്പം അതിനെക്കുറിച്ച് ആരും വിഷമിക്കണ്ട. അവർ പരിപാടികൾക്കൊക്കെ വിടാനോ അല്ലെങ്കിൽ കുറേ പൂരം എടുക്കുന്നു പറഞ്ഞ് വിടാനൊന്നല്ല. ആനക്കാർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പൂരത്തിന് പോയാൽ മതി, അല്ലെങ്കിൽ പോകണ്ട. അവരവരുടെ വീട്ടിലൊരു പെറ്റിനെ, അതായത് ഒരു എന്തെന്ന് പറയുക, ഒരു സാധാരണ നമ്മുടെ ഭാഷയിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നായനെ മേടിച്ചു, അത്രേ ഉള്ളൂ പുള്ളിക്ക്. അദ്ദേഹത്തിന് ഈ ആനയെ കൊണ്ടുപോയതിൽ എനിക്ക് തോന്നിയത് അവർ നന്നായിട്ട് നല്ല രീതിയിൽ നോക്കും. അതിനെ പറ്റി ആനക്കാരനെയാണ് കാര്യങ്ങൾ പറഞ്ഞ് ഇതാക്കി കൊടുത്തേക്കുന്നത്. പിന്നെ വലിയ ഉപദ്രവവും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് 2 പടയൊന്നും മുളകാണ്ട് ഒരു ആനയെ അഴിക്കാൻ പറ്റുന്നില്ല. എന്നാലും വലിയ കുഴപ്പങ്ങളില്ലാത്ത രീതിയിൽ, കാരണം ഒലിവ് കഴിഞ്ഞിരിക്കുന്ന ആനയല്ലേ. എനിക്ക് ആനയുടെ എല്ലാ രീതിയും അറിയാം. എനിക്ക് ഇനി എത്ര വർഷം കഴിഞ്ഞാലും എനിക്ക് ഈ ആനേൻ്റെ അടുത്ത് എനിക്ക് ചെല്ലാൻ പറ്റും. കാരണം ആ ആനയും ഞാനും തമ്മിലൊരു ഡീലിങ് അങ്ങനെയാണ്. പിന്നെ പല ആനകളും പല ആൾക്കാരുടെ കയ്യിലും പല രീതിക്കാണ്. എൻ്റെ കയ്യിൽ വരുന്ന ആനകളെ എൻ്റെ ട്രാക്കിലേക്ക് ഞാൻ ആക്കിയെടുക്കുന്നതാണ്. അതായത് അവർക്ക് ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ അവർക്ക് നമ്മളോടുള്ള ആ ഒരു ഇഷ്ടം നമുക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു രീതിക്ക് അവരോട് പെരുമാറിയാലാണ് അവർക്ക് അത് നമ്മളോട് തോന്നുള്ളൂ. അപ്പം
വെറുതെ കാര്യം അറിയാണ്ട് വന്നിട്ട് വെറുതെ വന്ന് കുറേ ആൾക്കാർ വന്ന് ആവശ്യമില്ലാത്ത വർത്തമാനം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഇപ്പോഴും പറയാണ്, ഇത് ഒരാനയുടെ ചാനലല്ല. ഇതിനകത്ത് ഞാൻ മാറുന്ന ആനകളും എൻ്റെ വിശേഷങ്ങളും എൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ആനയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇതൊന്നും നിങ്ങളെ അടുത്ത് അറിയിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് മൂടി വയ്ക്കായിരുന്നു. എന്നിട്ട് വേറെ ആൾക്കാർ പറഞ്ഞ് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതിയായിരുന്നു. ഞാനതല്ലല്ലോ ചെയ്തത്. ഞാൻ അപ്പോൾ ഉള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ആയിട്ട് നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ അതിൽ പിന്നെ കുറേ ചേച്ചിമാർക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ആനേനെ, അമ്മമാർക്കൊക്കെ. പെട്ടെന്ന് ആന അങ്ങനെ കൈമാറ്റം ചെയ്തു, ഞാൻ ആനയിൽ നിന്ന് മാറി എന്ന് പറയുമ്പോൾ അതൊന്നും നോക്കണ്ട. അപ്പോൾ അടുത്ത ആന വരുന്നുണ്ട്. ഇപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ 6-ാം തീയതി അടുത്ത ആനയ്ക്ക് ചാർജ് എടുക്കും. ആനേനെ നമുക്ക് ഇതുപോലെ ആക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും ഇതേപോലെ എന്താ പറയുക, നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പരിപാലനങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്കൊന്ന് ഉഷാറാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എന്താ ഉണ്ടാവണേന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഞാൻ പറയാം, എൻ്റെ കൂടെ ഉള്ള ഈ ആൾക്കാരൊക്കെ ഒന്ന് കുറച്ചും കൂടി ഒരു ഇതാക്കുക. ചിലപ്പോൾ അടുത്ത ആന കുറച്ച് നാളായിരിക്കും നിൽക്കുക. അത് ചിലപ്പോൾ കൈമാറ്റം ചെയ്ത് പോവും. അല്ലെങ്കിൽ ചിലപ്പോൾ അത് വേറെ ആൾക്കാരെ മാറേണ്ട സാഹചര്യം വരും. ഇതൊക്കെ പെട്ടെന്ന് വരുന്ന കേസുകളാണ്. അപ്പോൾ അതിലൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു ഇതായിട്ട് ഇപ്പോൾ എന്താ പറയുക, ഇപ്പോൾ അതിൽ ഒക്കെ ഒന്ന് സൂക്ഷിച്ച് ഒന്ന് പറയുക കാര്യങ്ങളൊക്കെ. ഞാൻ അത് കമൻറ്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിനകത്ത് വന്നിങ്ങനെ കുറേ കമൻറ്റുകളുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ ഒന്നും പറയാനും പറ്റണില്ല. ഈ ചേച്ചിമാർക്കൊക്കെ അവർക്ക് സ്നേഹം കൊണ്ടാണ് പറയണത്. പക്ഷെ നമ്മളത് അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പം എന്തായാലും ഞാനിങ്ങനെ ഈ ആനയിൽ നിന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ മെല്ലെ ഒന്ന് റൗണ്ടൊക്കെ അടിച്ച് ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് സമാധാനപരമായിട്ട് വൈകുന്നേരം വരെ കറങ്ങി ഒന്ന് സെറ്റപ്പായി വൈകുന്നേരം ആകുമ്പോൾ വീട്ടിൽ പോകും. അത് കഴിഞ്ഞ് നാളെ ഒരു ദിവസം വീട്ടിലിരിക്കും. ഫുള്ള് ഭക്ഷണമൊക്കെ കഴിച്ച് സെറ്റപ്പായിട്ടിരിക്കും. അടുത്ത ദിവസം 5-ാം തീയതി 6-ാം തീയതിയോട് കൂടിയിട്ട് പുതിയ ആനയ്ക്ക് ചാർജ് എടുക്കും. അത് കഴിഞ്ഞാൽ പിന്നെ പണിയായി തിരക്കായി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനി പൂരപ്പറമ്പിൽ കാണാം. ഇനി പരിപാടികളുണ്ട്. ഇത്ര ദിവസം പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല, പൂരപ്പറമ്പിലേക്ക് ഇറങ്ങാൻ പറ്റിയിരുന്നില്ല. അപ്പം ഇനി പൂരപ്പറമ്പിൽ കാണാം. അപ്പം എന്തായാലും ആന നന്ദപ്പനെ കൈമാറ്റം ചെയ്തു. അത് ഞാൻ പറഞ്ഞില്ലേ, നല്ല ഒരു 1500 കോടി രൂപ ടേൺ ഓവറുള്ള കമ്പനി എന്ന് പറയുമ്പോൾ നിസ്സാര സ്ഥലത്തേക്കാണ് പോയേക്കണേ. അപ്പോൾ കാര്യങ്ങൾ അറിയാതെ വന്നിട്ട് വെറുതെ വന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഹരിച്ചേട്ടനൊക്കെ ചിലപ്പോൾ വീഡിയോ ഒക്കെ കാണും, കമൻറ്റുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കതൊരു ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ ഹരിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു പറയും കേട്ടോ. അത് ഇനി ചേച്ചിമാരാണെന്നോ അല്ലെങ്കിൽ അമ്മൂമ്മമാരാണെന്നോ ഒന്നും ഞാൻ നോക്കില്ല. ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പറഞ്ഞു പോവും. എന്നെ എന്തെങ്കിലും പറയാം, എന്നെ പറഞ്ഞോ, എനിക്കത് വിഷയമില്ല. എനിക്കത് കേട്ടാലും വിഷയമില്ല. കാരണം ഞാൻ ഈ വർഷങ്ങളായിട്ട് ഇത് കേൾക്കണ കൊണ്ട് എനിക്കത് അപ്സെറ്റ് ചെയ്യാൻ പറ്റും. അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു മനുഷ്യനല്ല, നല്ലൊരു മനുഷ്യനാണ്. ഈ ആന ഫീൽഡിൽ ഇപ്പം ഞാൻ കണ്ടിടത്തോളം ജെനുവനായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ടാണ് ഞാനൊക്കെ ആളുടെ കൂടെ നിൽക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ വേറെ ഒന്നുമില്ല. നന്ദപ്പൻ്റെ വിശേഷങ്ങളൊക്കെ ഇതോട് കൂടിയിട്ട് കഴിഞ്ഞു. ഇനി പുതിയ ആൾക്കാരായി അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങനെ പോകണു. അടുത്ത ദിവസം തൊട്ടിട്ട് നമ്മുടെ പുതിയ ആനയുടെ വിശേഷങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ. ഞാൻ വേറെ ഒന്നും പറയണതല്ല. ഈ ചില ആൾക്കാർ വന്നിട്ട് വിഷമം കൊണ്ടായിരിക്കും ഈ പല രീതിയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത്. എനിക്കതങ്ങോട്ട് ഇഷ്ടപ്പെടണില്ല. ഞാൻ പറയാനുള്ളത് അപ്പം പറഞ്ഞു പോയില്ലെങ്കിൽ മോശമല്ല. പിന്നെ ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അധികം ഈ ചേച്ചിമാരും അമ്മമാരൊക്കെ ആയതുകൊണ്ട് തിരിച്ചെനിക്കൊന്നും പറയാൻ പറ്റണില്ലേ. അതല്ലേ പ്രശ്നം. അതല്ലെങ്കിൽ ഞാൻ പോയി പണിയാക്കാൻ പറയും. എനിക്കിത് പറയാൻ പറ്റണ്ടേ. ഞാൻ ഇങ്ങനെ പറയുക. അപ്പോൾ നിങ്ങളതൊന്ന് മനസ്സിലാക്കുക. നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയല്ലേ. നിങ്ങളെക്കാളും കൂടുതൽ വിഷമം ഞങ്ങൾക്കുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ ആനകളും കൈമാറ്റി. ഞാൻ പിന്നെ ഇത് ആനകൾ കുറേ ആയി. അപ്പം ഞാൻ നിൽക്കുന്ന ആനകളുടെ വിശേഷങ്ങൾ ഇതിലുണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ആയിക്കോട്ടെ. എന്നാൽ ശരി. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ. ഇന്നാൾ വന്നാലും ഇല്ലി പടർന്നല്ലേ. എന്തിട്ടല്ലേ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തേ ഈ കോടനാട് വരിക, എന്നിട്ട് അഭയാരണ്യം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടേക്കൊക്കെ നിങ്ങൾ ഇടയ്ക്ക് ജസ്റ്റ് വായോ. ഫോറസ്റ്റിലാണ് നല്ല നല്ല രസമായ അന്തരീക്ഷവും സമാധാനം. അത് കുറേ ടെൻഷനൊക്കെ എടുത്തിട്ട് വരരുത്. ഇനി ചെയ്യണമെന്നറിയാം, ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് വണ്ടിയിലേക്ക് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരിക. ഇത് നൈസായിട്ട് ഇങ്ങനെ നോക്കി അത് നോക്കിയാൽ തള്ളയും പിള്ളയും കുഞ്ഞൊക്കെ ആയിട്ട് എത്ര എണ്ണം നോക്കിയേ. കുഞ്ഞുങ്ങളൊക്കെ നോക്കണണ്ട.
അത് നല്ല വെയിലുള്ള സമയത്ത് വന്നിട്ട് ഇവിടെ ഇരിക്കണം. എന്തിട്ട രസം എന്നറിയോ. ഇതൊക്കെ ഇവിടെ ഈ സാധനമൊക്കെ ഇവിടെ വെറുതെ ഇങ്ങനെ എന്താ പറയുക, വെറുതെ ഒരു ബോക്സിൽ വെച്ച കാലം തൊട്ട് വരണ ഞാനിവിടെ. അത് പടർന്ന് പന്തലിച്ച് ഇതൊരു കാടായി. എൻ്റെ ആഗ്രഹമാണ് ഇതേപോലത്തെ ഒരു സ്ഥലം ആനേനെ കെട്ടാനായിട്ട്. ഇതിങ്ങനെ ഇല്ലി പട്ടല് കൊണ്ട് നിറഞ്ഞു നിൽക്കും. എന്നിട്ട് ഇതിൽ ഈ ആനയ്ക്ക് എത്താവുന്ന രീതിയിലുള്ള സാധനങ്ങളെല്ലാം ഫുള്ള് വെട്ടി കളഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടി നിർത്തുക. എന്നിട്ട് ഈ തണലത്ത് ആനേനെ നിർത്തുക. എന്നിട്ട് വലിയ തണുപ്പിച്ച് വെള്ളമൊക്കെ ഒഴിച്ച് തണുപ്പിച്ച് കറിയൊക്കെ നല്ല ക്ലീൻ ആക്കിയിട്ട് നിർത്തണം ആനേനെ. എന്തിട്ടായിരിക്കും ഭംഗിയെന്നറിയുക കാണാൻ. ഇത് നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലും പറയട്ടെ, നിങ്ങളൊക്കെ തറി പണിയണ ആൾക്കാരും തറിയൊക്കെ ആണെങ്കിൽ ഇത് ഇതുപോലെ അകത്തി വെച്ചിട്ട് 2 കൂട്ടം മുള വയ്ക്കുക. ആനനെ കെട്ടുന്ന തറിയുടെ ബാക്ക് സൈഡായി സ്പേസ് വേണം കേട്ടോ നമുക്ക് പെരുമാറാനായിട്ട്. അതായത് ഇത് കുറച്ചും കൂടി അങ്ങോട്ട് പോകണം, ഇതും അങ്ങോട്ട് പോകണം. നല്ല ലെങ്ത്ത് വേണം, ഏകദേശം ഒരു 50 അടിയൊക്കെ നീളത്തിലൊക്കെ ഇടണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ തറി, ഇതിൽ ആന നിർത്തണം. ആനകളൊക്കെ ഒലിവിൽ കെട്ടി കഴിഞ്ഞാലേ ഒലിവ് നിൽക്കണ വേണ്ടെന്ന് നമ്മൾ ആലോചിക്കണം. ഇത് അവിടെ മാവ് ഇറങ്ങുന്നുണ്ട്. അവിടെ കിടന്ന ഞങ്ങളൊന്നും ചെയ്യാൻ വന്നല്ല. നമ്മളൊന്നും ഇഷ്ടപ്പെട്ടില്ല എന്നുകൊണ്ട് എല്ലാവരും എന്ത് പോവുക. ഇതൊക്കെ വീട്ടിൽ വളർത്താൻ പെർമിഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ കേരളത്തിലെ അമ്മമാർക്ക് മേടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നിനും അവർ സുഖമായിട്ട് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കേരളം മാത്രമല്ല കേട്ടോ, എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെ. പെണ്ണുങ്ങളോട് പെട്ടെന്ന് ഇറങ്ങും, മിണ്ടാപ്രാണികൾ ഭയങ്കരമായിട്ട് ഇണങ്ങും പെട്ടെന്ന്. നോക്കണുണ്ട് എല്ലാവരും ഒരേ രീതിയിൽ നിൽക്കണുണ്ടോ, ചെവിയൊക്കെ കൂർപ്പിച്ച് നമ്മുടെ ഓരോ മൂവ്മെൻ്റ് ഒരു വാച്ച് ചെയ്യണുണ്ടോ, അങ്ങനെ തുടയണുണ്ടോ ചെവി. എന്നിട്ട് ചെവി കൊണ്ട് ഇങ്ങനെ ഇതാക്കുക.